ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും റാവൂസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരടിപൊളി റെസിപ്പിയുമായിട്ടാണ്. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടും, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞങ്ങളിടുന്ന സിമ്പിൾ റെസിപ്പീസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ഉരുളക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ക്യാരറ്റ്, ഒരു പഴുത്ത തക്കാളി, 2 സവോള ഇതുപോലെ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 3 മുട്ട പുഴുങ്ങി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിൻ്റെ ആവശ്യത്തിന് ഇഷ്ടംമാതിരി ചേർക്കാം. അതേപോലെ തന്നെ കറിവേപ്പിലയ്ക്ക് പകരം നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിലും ചേർക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് ഇനി ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ മുട്ട ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം നമുക്കിത് ആദ്യം ഇതെല്ലാം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ എന്താണെന്ന് വെച്ചാൽ അത് തന്നെ ചേർക്കാം. ഇതിപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു ശകലം കടുക് ഇട്ട് കൊടുക്കാം. നമുക്കിനി അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് അതിടാം. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. അതുപോലെ തന്നെ സവോള, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഞാൻ ഈ കഷ്ണത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളമൊന്നും ഇല്ലെങ്കിലും ഇത് ഈ എണ്ണയിൽ കിടന്ന് തന്നെ നന്നായിട്ട് വെന്തോളും. നമ്മുടെ കഷ്ണമൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഈ തവ വെച്ച് തന്നെ ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്താൽ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് അങ്ങ് ഉടഞ്ഞ് ഇതിനോട് ചേർന്നോളും. ഇനി നമുക്കിതിലേക്ക് മസാലയൊക്കെ ചേർക്കാം. അപ്പോൾ ആദ്യം നമുക്കിച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കാം. നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി വേറെ ചേർക്കുന്നില്ല. നമ്മൾ എരിവിന് പച്ചമുളക് ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം കുറച്ച് കുരുമുളക് പൊടി ചേർത്തു. അപ്പം മുളക് പൊടി നമ്മൾ വേറെ ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാലപ്പൊടി അതുകൂടി ചേർക്കാം. നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് നല്ല ഒരു പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള തക്കാളിപ്പഴവും കൂടി ചേർക്കാം. ഇനി ഈ തക്കാളിയുടെയും കൂടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി നന്നായിട്ട് ഇതുമായിട്ടൊന്ന് മിക്സായി വരുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ തക്കാളിയും നല്ലതുപോലെ വെന്ത് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുട്ട കൂടി ഇതിലേക്ക് ലാസ്റ്റിലാണ് മുട്ട ചേർക്കുന്നത്. മുട്ട ചേർത്തതിന് ശേഷം ഒരുപാടിട്ടങ്ങ് ഇളക്കണ്ട. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തീ ഓഫ് ചെയ്ത് വാങ്ങി വയ്ക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റിലെ നമ്മുടെ ചപ്പാത്തിയുടെ മാവ് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് ഇതിനകത്തോട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല.
അപ്പം ഗോതമ്പ് പൊടിക്കകത്ത് അല്പം ഓയിലോ അല്പം നെയ്യോ എന്തെങ്കിലും അല്ലെങ്കിൽ ചൂട് പാലോ ഒക്കെ ചേർത്തിട്ട് കുഴക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ഞാനിത് നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി എല്ലാം ഞാൻ ഇവിടെ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്ന് എടുത്തിട്ട് അതിന് ശേഷം അതിലേക്ക് ആ ഫില്ലിങ്സ് കൂടെ വെച്ചൊന്ന് റെഡിയാക്കി എടുക്കാം. ചപ്പാത്തിയുടെ ഒരു ഭാഗത്തായിട്ട് നമുക്കിത് ഇങ്ങനെ ഫില്ല് ചെയ്ത് വെക്കാം. ഇതിന് ശേഷം മറ്റേ ഭാഗം നമുക്ക് ഇതിലേക്ക് അപ്പോൾ നമ്മുടെ ചപ്പാത്തിക്കുള്ളിൽ ഈ ഫില്ലിങ്സ് ഒക്കെ വെച്ച് റെഡിയാക്കി നമ്മളിതുപോലെ എല്ലാം നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ദോശത്തവ അടുപ്പത്ത് വെച്ച് അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് അല്പം ഓയിൽ തടവിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമുക്ക് ചപ്പാത്തി ഇതിലേക്കിട്ട് ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് ചുട്ടെടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചപ്പാത്തി എടുത്ത് വെച്ചതിന് ശേഷം അതിൽ കുറച്ച് ഫില്ലിങ് വെച്ചതിന് ശേഷം മറ്റൊരു ചപ്പാത്തി അതിന് മുകളിൽ വെച്ചിട്ടാണെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. എങ്ങനെയായാലും വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. കണ്ടോ, നമ്മുടെ ചപ്പാത്തിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കാം. നമ്മുടെ ഫില്ലിങ്സ് എല്ലാം വെച്ചതിന് ശേഷം ഞാൻ എല്ലാം ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിനിപ്പോൾ പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. വളരെ ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.